ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവജന കേൾവിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സന്ദേശം കേൾക്കുന്ന നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരട്ടെ. ദൈവത്തിൻ്റെ വചനം അയച്ച് നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ നമ്മളെ തൻ്റെ ശബ്ദം കേൾപ്പിച്ച് നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല എന്നും പറയുന്ന പോലെ ഇന്നും ആവർത്തിക്കുകയാണ്. ഈ ദൈവവചന സന്ദേശം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കാൻ, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമ്മുടെ അടുക്കലേക്ക് അയക്കുന്ന ഒരു അനുഗ്രഹം പോലും നഷ്ടമായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ സന്ദേശം കേൾക്കുന്ന നിമിത്തം ആ അനുഗ്രഹത്തിന് നമ്മളൊരു തടസ്സമാണെങ്കിൽ, ദൈവം തരുന്ന അനുഗ്രഹത്തിനും ദൈവം തരുന്ന നന്മയ്ക്കും നമ്മുടെ ചില പ്രവർത്തികൾ തടസ്സമാണെങ്കിൽ അതെന്തൊക്കെയാണെന്ന് ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ആ അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങളെ നീക്കി ഒരു ദൈവിക നിറവിലേക്ക്, നന്മയിലേക്ക് പരിശുദ്ധ ആത്മാവ് നിങ്ങളെ നയിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ അധികം തെറ്റൊന്നും ചൂണ്ടിക്കാണിക്കാത്ത, ചെയ്യാത്ത, ദൈവത്തോട് പറ്റി നിന്ന, നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന പല ആളുകളിൽ ഒരാളാണ് ജോഷുവ. വേദപുസ്തകത്തിൽ പല വ്യക്തികളുടെയും പേരുകൾ കുഞ്ഞുങ്ങൾക്കിടാറുണ്ട്. നമ്മളിൽ പലർക്കും വേദപുസ്തകത്തിലെ പേരുണ്ട്. എന്നാൽ ചില പേരുകളൊന്നും ആരും ഇടത്തില്ല, കാരണം മാതൃകയാക്കാൻ കൊള്ളാത്ത ഒരാളാണ്. പക്ഷേ ജോഷുവ എന്നുള്ള പേര് അനേകർക്കുണ്ട്, കാരണം അത് ഒരു നല്ലൊരു വ്യക്തിത്വമാണ്. എന്നാൽ ഈ യോശുവയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്കുണ്ട്. എപ്പോഴും ഓർത്തോണം, എത്ര വലിയ ഭക്തനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ പ്രാർത്ഥിക്കുന്ന ആളാണ്, എത്ര വലിയ പ്രസംഗിക്കുന്ന ആളാണ്, എത്ര വലിയ ശുശ്രൂഷ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാലും, ദൈവത്തിൻ്റെ വചനം ആ വ്യക്തി അനുസരിക്കാതെ പോയാൽ, ദൈവാലോചനയ്ക്ക് ചെവി കൊടുക്കാതെ ആ വ്യക്തി പോയാൽ തെറ്റിപ്പോവും. പരാജയങ്ങൾ സംഭവിക്കും, തോൽവികൾ സംഭവിക്കും. അതിന് യാതൊരു സംശയമില്ല. കാരണം ദൈവത്തിന് വചനം പ്രമാണിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 27 വാക്യങ്ങളുണ്ട്. ആ അധ്യായത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അധികമൊന്നും നമ്മൾ കേൾക്കാത്ത ഒരു പോർഷനാണ് യോശുവ 9-ാം അധ്യായം എന്ന് പറയുന്നത്. ചില പരാജയത്തിൻ്റെ പിന്നിൽ ചില റൂട്ട് കോസ് ഉണ്ട്. എപ്പോഴും ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിൻ്റെ പിന്നിലൊരു റൂട്ട് കോസ് ഉണ്ട്, മൂല കാരണമുണ്ട്. പരാജയം, തോൽവി, നഷ്ടം, എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു റൂട്ട് കോസ് ഉണ്ട്. നമ്മൾ തിരഞ്ഞാൽ മതി. ചുമ്മാ ഒന്നും സംഭവിക്കത്തില്ല. പല ആളുകളും പ്രയർ റിക്വസ്റ്റ് പറയാറുണ്ട്, പക്ഷെ അതിൻ്റെ പിന്നിലൊക്കെ റൂട്ട് കോസ് ഉണ്ട്. ആ റൂട്ട് കോസിനെ ഫൈൻഡ് ചെയ്ത് കണ്ടെത്തി അതിനെ പരിഹരിച്ച് വിടുതൽ ആ ഒരു മൂല കാരണത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം. എന്നാൽ മാത്രമേ പൂർണ്ണ വിടുതലിലേക്ക് എത്തത്തുള്ളൂ. യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യോശുവ യുദ്ധമൊക്കെ ജയിച്ച് വരികയാണ്. ഹായ് പട്ടണത്തിന് നേരെ പരാജയപ്പെട്ടു. യോശുവ പരാജയപ്പെട്ട ഏക യുദ്ധം അതാണ്. പക്ഷെ അതിൻ്റെ കാരണം അവർ കണ്ടെത്തി. ഹായ് പട്ടണത്തെയും ജയിച്ച് മുന്നോട്ട് വരുമ്പോൾ ചുറ്റുപാടുമുള്ള ദേശത്തെല്ലാം അവരെക്കുറിച്ചൊരു ശ്രുതിയുണ്ട്. ഇസ്രായേൽ ജനം യോശുവയുടെ ലീഡർഷിപ്പിലാണ് വരുന്നത്. ജയിച്ചു വരുന്നവരെ അവരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം നിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കത്തില്ല എന്ന് ഒരു പ്രോമിസ് യോശുവയുടെ മേത്ത് കടപ്പുള്ളതുകൊണ്ട് ജയിച്ചു കയറുന്നു. പക്ഷെ തോൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, കൂടെയുള്ള ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തപ്പോഴാണ് തോറ്റത്. ജീവിതകാലത്ത് ഒരിക്കലും നിൻ്റെ നേരെ ഒരുത്തനും നിൽക്കത്തില്ലെന്ന് ദൈവം പ്രോമിസ് പറഞ്ഞുകൊണ്ട് ചുറ്റുപാടുള്ള ആൾക്കാർക്കെല്ലാം ഭയമാണ്. പക്ഷേ 9-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവരെത്തിച്ചേർന്ന ആ ദേശത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഹിദ്യർ, അമ്മോന്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, എബ്യൂസർ, ഈ യോർദാൻ ഇക്കരെയുള്ള മലകളിലും താഴ്വരകളിലും ലെബനോനെതിരെ വലിയ കടലിൻ്റെ തീരത്തുള്ള ആളുകൾ, മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തൊക്കെ ഉള്ള ആളുകൾ, ആ രാജാക്കന്മാരെല്ലാം കൂടെ ഒരു തീരുമാനമെടുത്തു. എന്താണെന്നറിയാം, ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു.
നോക്കിക്കേ, ശത്രു രാജ്യങ്ങളാണ് അവരെല്ലാം. അങ്ങനെ പരസ്പര സ്നേഹവും ഐക്യവും ഒന്നും ഉള്ളവരായിരിക്കാൻ സാധ്യതയില്ല. കാരണം ഓരോ രാജ്യങ്ങളും അവരുടെ വ്യക്തിപരമായ നിലയിൽ ചിന്തിക്കുമ്പോൾ അവർ സ്വാർത്ഥരാണ്. അവരുടെ രാജ്യം, അവരുടെ രാജാവ്, അവരുടെ ജനങ്ങൾ, അവരുടെ രാജ്യത്തിൻ്റെ ഐക്യത, അവരുടെ രാജ്യത്തിൻ്റെ വിശാലതയാണ് എല്ലാ രാജ്യങ്ങളും നോക്കുന്നത്. സ്നേഹമൊക്കെ ആയിരിക്കും, പക്ഷെ സ്വന്തം രാജ്യത്തിൻ്റെ കേസ് വരുമ്പോൾ അവരവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ നോക്കത്തുള്ളൂ. പക്ഷേ ഇസ്രായേൽ ജനം അവിടെ വന്നെന്ന് കേട്ടപ്പോൾ ചുറ്റുപാടുമുള്ള ശത്രു രാജ്യങ്ങളെല്ലാം, ചുറ്റുപാടും പാർക്കുന്നവരെല്ലാം ഏക മനസ്സോടെ യോജിച്ചു. ഇവിടെ ഒരു മർമ്മം കിടപ്പുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ പൈതൽ, നീ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ, നിനക്കും ചുറ്റുമുള്ള ആളുകൾ ഏക മനസ്സോടെ നിനക്കെതിരെ യോജിക്കും. ചിന്തിച്ചാൽ മതി, ചിന്തിച്ച് നോക്കിയാൽ മതി. നീ വചനത്തിനു വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. നീ വാക്തത്ത ഇസ്രായേലിൻ്റെ സകല ഗുണങ്ങളും കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓർത്തോണം, നിനക്കെതിരെ ആളുകൾ കൂട്ടം കൂടി ഏക മനസ്സോടെ യോജിക്കും നിനക്കെതിരെ യുദ്ധം ചെയ്യാൻ. ചിലപ്പോൾ അത് ജോലി സ്ഥലത്ത് കാണും, ചിലപ്പോൾ നീ നിൽക്കുന്ന ദേശത്ത് കാണും. തിരുവചനത്തിൽ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. തകർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ തകർക്കാൻ, ഉപവസിക്കുന്നവരെ തകർക്കാൻ, വചനത്തിനു വേണ്ടി നിൽക്കുന്നവരെ തകർക്കാൻ ചുറ്റുപാടുമുള്ളവർ ഏക മനസ്സോടെ യോജിക്കും. ദാനിയേലിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അത് കാണാൻ പറ്റും. നമ്മുടെ എസ്തേറിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ആ ജനതയെ നശിപ്പിക്കാൻ അവരെല്ലാം കൂടെ കൂട്ടം കൂടുക, തീരുമാനമെടുക്കുക. എപ്പോഴും ഓർത്തോണം, ശത്രു എപ്പോഴും ഏക മനസ്സോടെ യോജിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഒരു ദൈവത്തിനെതിരെ അറ്റാക്ക് ചെയ്യാൻ. യേശു കർത്താവിൻ്റെ വിഷയം വന്നപ്പോൾ ഹേരോദാവും പീലാത്തോസും ശത്രുത മറന്ന് മിത്രങ്ങളായി. അതുവരെ അവർ ശത്രുക്കളായിരുന്നു, ഹേരോദാവും പീലാത്തോസും. പക്ഷേ യേശുവിൻ്റെ വിസ്താരവുമായി ബന്ധപ്പെട്ട് ക്രൂശീകരണമായിട്ടൊക്കെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു മനസ്സായി. സ്തോത്രം. പക്ഷെ ഒരു കാര്യം പറയാം, ശത്രു എത്ര പ്രബലനാണെന്ന് പറഞ്ഞാലും, എത്ര ശക്തിയുള്ള ശത്രുക്കൾ ഒരു മനസ്സോടെ യുദ്ധത്തിന് നിനക്ക് നേരെ വന്നെന്ന് പറഞ്ഞാലും, നീ വചനത്തിൻ്റെ പ്രമാണം വിടാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും വിജയം നിനക്കായിരിക്കും. ആമേൻ. ഏലിയാവ് ഒറ്റയ്ക്കാണ് നിന്ന്, സഹായിക്കാനോ വിടുവിക്കാനോ ആരുമില്ല. പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് ഏലിയാവിന് വേണ്ടി കർമ്മേൽ പർവ്വതത്തിനകത്ത് തീയിറക്കി ദൈവം. ശത്രു ഏക മനസ്സോടെ യോജിച്ചു, യുദ്ധം ചെയ്യാൻ ഏക മനസ്സോടെ യോജിച്ചു. ആ പദമാണ് അണ്ടർലൈൻ ചെയ്തോണം. യോശുവ 9:2. ശത്രു യുദ്ധം ചെയ്യാൻ, ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു. യുദ്ധം ചെയ്യാൻ ഏക മനസ്സോടെ യോജിച്ചു. ഞാൻ ആവർത്തിക്കുന്നു ആ പദം. ചില വ്യക്തികളോട് വ്യക്തമായി ഈ വചനം സ്പർശിക്കുന്നു, സംസാരിക്കുന്നു. നിന്നോട് യുദ്ധം ചെയ്യാൻ ഏക മനസ്സോടെ യോജിക്കുന്ന ആളുകൾ കാണും. ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ യുദ്ധമാണ്, പക്ഷേ നിൻ്റെ വിഷയം വന്നപ്പോൾ അവർ ഏക മനസ്സോടെ യോജിച്ചു. പക്ഷേ ഞാൻ പറയാം, വിജയം നിനക്കാണ്. ശത്രു എത്ര ഒറ്റയ്ക്ക് വന്നാലും ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? യഹോവ നിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ മനുഷ്യർ നിന്നോട് എന്തു ചെയ്യും? സമുദ്രം കലങ്ങി മറിയട്ടെ, ഭൂമി അതിൻ്റെ സ്ഥാനത്തുനിന്ന് മാറട്ടെ, പക്ഷെ നീ കുലുങ്ങിപ്പോകത്തില്ല, കാരണം യഹോവ നിൻ്റെ പക്ഷത്തുണ്ട്. ഇസ്രായേൽ ജനമേ, ഒറ്റയ്ക്ക് നിന്നോ. തനിച്ചു പാർക്കുന്നൊരു ജനമാണ്. നിൻ്റെ വേർപാട് വിടാതെ, നിൻ്റെ വിശുദ്ധി വിടാതെ, വചനത്തിൻ്റെ പ്രമാണം വിടാതെ നീ ഒറ്റയ്ക്ക് നിന്നോ. ശത്രു ഏക മനസ്സോടെ യോജിച്ചാലും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. 1, ശത്രു ഏക മനസ്സോടെ യോജിച്ചു. 2, ശത്രു ചെയ്ത മറ്റൊരു കാര്യം. 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ചപ്പോൾ, എരിഹോവിനോടും ഹായിയോടും യോശുവ യുദ്ധം ചെയ്ത് ജയിച്ച കാര്യങ്ങളൊക്കെ ഗിബെയോൻ നിവാസികൾ കേട്ടു. അവരവിടെ ചെയ്തൊരു കാര്യമുണ്ട്. യുദ്ധം ചെയ്യാൻ ഏക മനസ്സോടെ യോജിച്ചിട്ട് യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ലെന്ന് അവർക്കറിയാം. അതാ നമ്മൾ ചിന്തിച്ച 2-ാം വാക്യം. യുദ്ധം ചെയ്താൽ എന്ത് ചെയ്യത്തില്ല? ജയിക്കത്തില്ല. അതിനവർ ചെയ്തൊരു കാര്യമുണ്ട്, ഒരു ഉപായം പ്രയോഗിച്ചു. ഇപ്പോഴും ഓർത്തോണം, ദൈവ പൈതലിന് നേരെ യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ലെന്ന് പിശാചിന് അറിയാം. ജയം നിനക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്ലാൻ തോറ്റു കഴിയുമ്പോൾ ഒരു പ്ലാൻ ബി പിശാച് ഇറക്കും. ഏതാ ആ പ്ലാൻ ബി എന്നറിയാവോ? ഉപായം പ്രയോഗിച്ചു. ഉപായം പ്രയോഗിക്കുന്ന ആരാ? സാത്താന. ഹവ്വായെ ഉപായത്താലാണ് സർപ്പം ചതിച്ചത്. ശത്രുവിൻ്റെ കയ്യിൽ, നമുക്കെതിരെയുള്ള ശത്രുവിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല. അവൻ്റെ സകല ആയുധങ്ങളെ ആയുധവർഗം വെപ്പിച്ചു.
നിനക്കെതിരെ പോരാടാൻ പിശാചിന് പറ്റത്തില്ല. സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയുമെന്നാണ് വചനത്തിൻ്റെ നിവർത്തീകരണം, വചനത്തിൻ്റെ ദൂത് നിന്നോടുള്ളത്, നമ്മളോടുള്ളത്. അപ്പോൾ ശത്രു യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ല, അതിനവർ ചെയ്യും, ഉപായം പ്രയോഗിക്കും. തിരിച്ചറിഞ്ഞോണം കേട്ടോ, ഉപായങ്ങൾ, ശത്രുവിൻ്റെ ഉപായങ്ങളെ നീ തിരിച്ചറിയണം. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പിയെന്നാണ് പറഞ്ഞു. അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ. അപ്പം തന്ത്രം മെനഞ്ഞു, ഉപായം മെനഞ്ഞു. ഉപായം മെനഞ്ഞത് പിശാചിൻ്റെ ഒരു ടെക്നിക്കാണ്. കാരണം യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ല, അതിനെന്ത് ചെയ്യും? ഉപായം പ്രയോഗിച്ചു. 2-ാം വാക്യത്തിൽ ശത്രു ഏകമനസ്സോടെ യുദ്ധം ചെയ്യാൻ യോജിച്ചു, എന്നാൽ അത് പരാജയപ്പെടുമെന്ന് അറിയുന്നതുകൊണ്ട് 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ശത്രു ഉപായം പ്രയോഗിച്ചു. അവർ ചെയ്ത ഉപായം ഇത്രയേ ഉള്ളൂ. അവരെന്ത് ചെയ്യുന്നറിയോ? പഴയ ഭക്ഷണ സാധനങ്ങളെല്ലാം ഗിബിയോന്യർ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് 9:4. മുഴുവൻ കേൾക്കണ മെസ്സേജ് കേട്ടോ. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതും വീഞ്ഞു തുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്ന കണ്ടം വെച്ച ചെരുപ്പുകളും കാലിലും പഴയ വസ്ത്രം ദേഹത്തിലും ധരിച്ച് പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവുമെല്ലാം ഉണങ്ങി പൂത്തിരുന്നു. അപ്പോൾ പഴയ വീഞ്ഞും പഴയ ഭക്ഷണങ്ങളും പൂത്തതൊക്കെ ഇവർ കളക്ട് ചെയ്തു. എന്നിട്ട് ഇവർ ചെയ്തത് പെട്ടെന്ന് ഞാൻ പറയാം. യോശുവയുടെ അടുക്കൽ വന്നു. എന്നിട്ട് യോശുവയുടെ അടുക്കൽ വന്നിട്ട് യോശുവയോട് പറയുകയാണ്, ആവർത്തിച്ച് പറയുന്നൊരു പദപ്രയോഗമുണ്ട്. അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 7-ാം വാക്യത്തിലും അതുപോലെ 11-ാം വാക്യത്തിലും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം. എടുത്ത വായി പറയുക, ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം കേട്ടോ. നമ്മൾ തമ്മിൽ ഒരു കരാറിലെത്തണം, ഒരു ഉടമ്പടി ചെയ്യണം. എന്നിട്ട് പറയാണ്, മറ്റൊന്നുമല്ല, ഞങ്ങൾ നിൻ്റെ ദാസന്മാരാണ്. ഞങ്ങൾ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ദൂരത്തുനിന്ന് വരികയാണ്. നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം നിമിത്തം ഏറ്റവും ദൂരത്തുനിന്ന് വരികയാണ്. വ്യാജം പറയുകയാണ്. എന്നിട്ട് പറയാണ്, യഹോവയുടെ കീർത്തിയും അവൻ മിസ്രൈമിൽ ചെയ്തതും അവിടുത്തെ രാജാക്കന്മാരെ നിഗ്രഹിച്ചതുമൊക്കെ ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികളും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വഴിക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനം എടുത്ത് അവരെ ചെന്ന് കാണണമെന്ന്. വ്യാജം പറയുവാണ് കേട്ടോ. കാരണം യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ലെന്നറിയാം, അതുകൊണ്ട് ഉപായം പ്രയോഗിക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾ യഹോവയുടെ ആൾക്കാരാണെന്ന് അറിഞ്ഞു. അപ്പം ഞങ്ങൾ യഹോവയുടെ നാമത്തിലാണ് നിൻ്റെ നേരെ വരുന്നത്, നിൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പം ഞങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികളും ഒക്കെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഭക്ഷണങ്ങളെല്ലാം കൊണ്ടു കൊടുക്കാൻ ഞങ്ങളുടെ മൂപ്പന്മാർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ നിൻ്റെ അടുക്കൽ വരാൻ വേണ്ടി ചൂടോടെയാണ് അപ്പമൊക്കെ എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ഇത് ഇപ്പോൾ ഉണങ്ങി പൂത്തതാണ്. വ്യാജം പറയുന്നത് കണ്ടോ? പൂത്തതെല്ലാം കളക്ട് ചെയ്തിട്ട് യോശുവയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ യഹോവയുടെ നാമത്തിൽ ദൂരത്തുനിന്ന് വന്നതാണ്, ചൂടോടെ കൊണ്ടുവന്നത്, ഇപ്പോൾ ഇതെല്ലാം പൂത്തുപോയി. നിനക്ക് വേണ്ടി ഭക്ഷണം തരണമെന്ന് ഞങ്ങളുടെ മൂപ്പന്മാർ പറഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ വരിക. വ്യാജം പറയുക, ഉടമ്പടി പറയുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ യോശുവ ഇത്രയും പറഞ്ഞപ്പോൾ, കുറേ കാര്യങ്ങൾ വിവരിച്ചപ്പോൾ, യുദ്ധവീരനായ യഹോവയോട് പറ്റി നിന്ന ആ മനുഷ്യൻ ചെയ്തൊരു പരാജയത്തെക്കുറിച്ച് 14-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണസാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്നും ഉടമ്പടി ചെയ്തു. സ്തോത്രം. കണ്ടോ, അവിടെ എഴുതി വച്ചിരിക്കുന്ന ഓരോ വേർഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ വിവരിച്ചു പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് സത്യമാണോ എന്ന് ആലോചിക്കാതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുക. ദൈവമക്കളെ, ഒരിക്കലും എടുത്തു ചാടി ഒരു തീരുമാനവും ഒരു ദൈവത്തിലും എടുക്കാൻ പാടില്ല. കാരണം കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കണം. ഇവിടെ അവർ ദൈവത്തോട് ആലോചന ചോദിക്കാതെ, വ്യക്തമായി എഴുതി വരിച്ചിരിക്കുക, യഹോവയോട് ചോദിക്കാതെ അവർ കൊടുത്ത ഭക്ഷണം എടുത്ത് കഴിക്കുക. നമുക്ക് വേണ്ടത് വിവേചന വരമാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ജയിക്കാൻ വിവേചന വരം നമുക്ക് വേണം. അവർ എടുത്ത് കഴിച്ചെന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ലേഷൻ കൊടുക്കുന്നത് ഇസ്രായേലിക് സാമ്പിൾ ദേ പ്രൊവിഷൻസ്. അവർ ഭക്ഷണം കൊണ്ട് കൊടുത്തു. അവർ പറഞ്ഞത് എന്തുവാ? നിനക്ക് വേണ്ടിയുള്ള ഭക്ഷണം, ഇസ്രായേൽ ജനത്തിനു വേണ്ടിയുള്ള ഭക്ഷണം ഞങ്ങൾ കൊടുക്കണമെന്ന് ഞങ്ങളുടെ മൂപ്പന്മാർ പറഞ്ഞെന്ന്.
പ്രൊവിഷൻസ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് വേണ്ടിയ പ്രൊവിഷൻസുമായിട്ട് ഞങ്ങൾ വന്നേക്കുവാണ്. ദൈവമക്കളെ, ദൈവം നമ്മളെ നടത്താമെന്ന് പറഞ്ഞാൽ, ഈ മരുഭൂയാത്രയെ പട്ടുപോകാതെ നടത്താമെന്ന് പറഞ്ഞാൽ, അതിന് നേരായ മാർഗം, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വഴി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിന് അബ്രഹാം പറഞ്ഞ പോലെ, നിൻ്റെ ഒരു ചെരുപ്പിൻ്റെ ചരട് പോലും എനിക്ക് വേണ്ട, കാരണം പിന്നീട് നീ പറയും നീ എന്നെ അനുഗ്രഹിച്ചെന്ന്. അബ്രഹാമിനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോദോം രാജാവിൻ്റെയോ മിസ്രൈം രാജാവിൻ്റെയോ ഒന്നും വേണ്ട. മനസ്സിലായോ? ഇസ്രായേൽ ജനത്തിന് വേണ്ട സകല പ്രൊവിഷൻസും മരുഭൂമിയിൽ ദൈവം ഒരുക്കി തന്നത്, മേശ ഒരുക്കിയത്. ഇവിടെ പറയുകയാണ് അവരുടെ പ്രൊവിഷൻസ്, ഗിബയോൻ നിവാസികളുടെ പ്രൊവിഷൻസ് ഇവരനുഭവിച്ചു. അങ്ങനെ ഒരു പ്രൊവിഷൻസ്, അങ്ങനെ ഒരു കരുതൽ ഒരു ദൈവവേദലിനും വേണ്ട കേട്ടോ. അവരൊന്ന് അതെടുത്ത് ഭക്ഷിച്ചു. അവരുടെ പ്രൊവിഷൻസ്, ജാതികളുടെ പ്രൊവിഷൻസ് ഇവർ സ്വീകരിച്ചു. 2, ദൈവത്തോട് അവർ ആലോചന ചോദിച്ചില്ല. ദൈവത്തോട് ചോദിക്കാതെ ഒരുപക്ഷെ പ്രൊവിഷൻസ് കിട്ടുമായിരിക്കും, പക്ഷെ അതിൻ്റെ പിന്നിൽ നമ്മളറിയാത്ത ചില കെണികൾ ആ പ്രൊവിഷൻസിൻ്റെ പിന്നിൽ മറിഞ്ഞു കിടപ്പുണ്ട്. സാമ്പത്തികമായ നേട്ടം കാണും, പദവികൾ കിട്ടുമായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ, നന്മകൾ അതിനകത്ത് കാണും. പക്ഷെ ഓർത്തോണം, ദൈവത്തോട് ചോദിക്കാതെ ഒരു പ്രൊവിഷൻസും നമുക്ക് വേണ്ട, ദൈവത്തോട് ചോദിക്കാതെ ഒരു സ്റ്റെപ്പും നമുക്ക് വേണ്ട. 3-ാമത്തെ കാര്യം, അവർ ഉടമ്പടി ചെയ്തു. സഭയിലെ പ്രഭുക്കന്മാർ അവരോട് ഉടമ്പടി ചെയ്തു. പ്രത്യേകം ഇസ്രായേൽ ജനത്തെ വിളിച്ച് വേർതിരിക്കുമ്പോൾ യഹോവയായ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. പുറപ്പാട് 23:31-33 കേട്ടോണം. ഞാൻ നിൻ്റെ ദേശം ചെങ്കടൽ തുടങ്ങി ഫെലിസ്ത്യരുടെ കടൽ വരെയും മരുഭൂമി തുടങ്ങി നദി വരെയാക്കും. ദേശത്തിൻ്റെ നിവാസികളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരെ നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. അവരോടെങ്കിലും 32-ാം വാക്യം, അവരോടെങ്കിലും അവരുടെ ദേവന്മാരോടെങ്കിലും നീ ഉടമ്പടി ചെയ്യരുത്. നീ എന്നോട് പാപം ചെയ്യുവാൻ അവർ ഹേതുവായി തീരാതിരിക്കേണ്ടതിന് അവർ നിൻ്റെ ദേശത്ത് വസിക്കരുത്. നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് നിനക്ക് കണിയായിത്തീരും. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവർ നിങ്ങളുടെ ഇടയിൽ പാർക്കരുത്. 2, ഒരു സെപ്പറേഷൻ നിങ്ങൾ തമ്മിൽ വേണം. 3, അവരോട് ഒരു ഉടമ്പടി ചെയ്യരുത്. 34-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, പുറപ്പാട് 34-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, നീ ചെല്ലുന്ന ദേശത്തിൻ്റെ നിവാസികളോട് നീ ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക, അല്ലാഞ്ഞാൽ അത് നിൻ്റെ മധ്യേ ഒരു കണിയായിത്തീരും. നിനക്കൊരു കെണിയായിത്തീരും. നീ ഉടമ്പടി ചെയ്യരുത്. നീ വേർതിരിക്കപ്പെട്ടത്, നീ സ്നാനത്തിന് മുൻകുറിയായിട്ട് ചെങ്കടലിൽ കടന്നത്, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു പ്രമാണമുണ്ട്. നീ അങ്ങനെ ഉടമ്പടി ചെയ്താൽ നിനക്കത് ദോഷമായിരിക്കും. അവർ നിങ്ങളുടെ ഇടയിൽ വസിച്ചാൽ നിങ്ങൾക്കതൊരു കെണിയായിരിക്കും. ഗിബയോൻ നിവാസികൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ വസിച്ചു, അവരോട് ഉടമ്പടി ചെയ്തു, അത് അവർക്കൊരു കെണിയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, വേർപെട്ടവരാ. 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സ്തോത്രം. 2 കൊരിന്ത്യർ 6:14-15 നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിനും ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല, വിശ്വാസിക്കും അവിശ്വാസിയുമായി എന്ത് ഓഹരി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു വിവാഹം വരുമ്പോൾ, ഒരു ബിസിനസ് വരുമ്പോൾ, ഒരു റിലേഷൻ വരുമ്പോൾ ഓർത്തോണം ഈ കാര്യം. 1 കൊരിന്ത്യർ 10:20-21 അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്ര. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളോട് കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. ഭൂതങ്ങളുടെ കൂട്ടാളിയാകാൻ എനിക്ക് മനസ്സില്ല. 21-ാം വാക്യം, നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രം കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകാൻ പാടില്ല. വളരെ കർശനമായിട്ട് പറയുക. അവിടെ ഇവിടെ നിൽക്കരുത്. യേശുക്രിസ്തു മാത്രം രക്ഷകൻ, വചനം മാത്രം എൻ്റെ ആധാരം. അങ്ങനെ നിൽക്കുക. ഉടമ്പടി ചെയ്യരുത്. ഏതെങ്കിലും കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്നെത്തി നിൽക്കുന്ന രാജ്യത്ത് പല കാര്യങ്ങൾ കാണും, അവിടുത്തെ പല ആചാരങ്ങൾ കാണും. പക്ഷേ നീ വിശുദ്ധിയോടെ വേർപാടോടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചൂസൺ വന്നാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. നിൻ്റെ പേര് ഒരു അഭിഷേകമുണ്ട്, നീ വചനം കേൾക്കുന്ന ആളാണ്. ശ്രദ്ധിച്ചോണം. അങ്ങനെ ഒരു ഉടമ്പടി ചെയ്താൽ അത് പലതിൻ്റെ റൂട്ട് കോസായി തീരും. അത് പിന്നെ പ്രാർത്ഥിക്കണം ഉപവസിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള കാരണങ്ങളെ മാറ്റ്. ഗിബയോൻ നിവാസികളോട് ഉടമ്പടി ചെയ്തു, അവരവരുടെ ഇടയിൽ പാർത്തു, അവരോട് സഖ്യത ചെയ്തു, അവരുടെ പ്രൊവിഷൻസ് ഇവർ ആസ്വദിച്ചെന്ന്. എന്തൊരു കഷ്ടമല്ലേ. യഹോവയോട് ചോദിക്കാതെ ചെയ്തതിൻ്റെ ദിത്തഫലങ്ങളാണ്. മാത്രമല്ല, താഴോട്ട് വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അവരെ സംഹരിക്കാൻ കഴിഞ്ഞില്ല, കാരണം ഉടമ്പടി ദൈവത്തോടുള്ള ബന്ധത്തിൽ എടുത്തു. പിന്നെ
16 വാക്യത്തിൽ വായിക്കുന്നു, ഉടമ്പടി ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവരറിയുന്നത് ഇതിൻ്റെ സമീപത്ത് വാർക്കുന്ന ആളുകളാണെന്ന്. അതാ പറഞ്ഞ ചാടിക്കയറി എന്ത് ചെയ്യരുത്, ഒരു തീരുമാനവും എടുക്കരുത്. ചാടിക്കയറി ഒരു ഡിസിഷൻസും എടുക്കരുത്. ചാടിക്കയറി ഡിസിഷൻസ് എടുത്താൽ പരാജയപ്പെട്ടു പോകും, പിന്നെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് അല്പം താമസിച്ചാലും കുഴപ്പമില്ല, കാത്തിരിക്കുക. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ അവർ യഹോവയുടെ ആലോചനയ്ക്ക് കാത്തു നിന്നില്ല. യഹോവയുടെ ആലോചനയ്ക്ക് കാത്തു നിൽക്കുക, വെയിറ്റ് ചെയ്യ്. ചില കാര്യത്തിന് മറുപടി കൊടുക്കാൻ നീ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇപ്പോഴേ ഏസോ നോയോ ഒന്നും പറയണ്ട, വെയിറ്റ് ചെയ്യ്, അന്വേഷിക്കുക, ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവം കറക്റ്റ് ഉത്തരവ് കാണിച്ചു തരും. ചില വ്യക്തികളുടെ വാക്കുകളിൽ നിന്ന് അത് ഏസ് പറയണോ നോ പറയണോ എന്നുള്ള കാര്യം ദൈവം നിന്നെ ഉറപ്പിക്കും. മനസ്സിലായോ? ദൈവത്തോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക, വെയിറ്റ് ചെയ്യ്. ദൈവത്തിൻ്റെ കൗൺസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യ്. ദാനിയേൽ പറഞ്ഞു സമയം വേണം, ചാടിക്കറിയൊന്നും പറഞ്ഞില്ല, സമയം വേണം, സമയം ചോദിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറ. മോഹത്തിൻ്റെ പിന്നാലെ ചാടിക്കറി തീരുമാനം എടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. താഴെ നമ്മൾ വായിക്കുമ്പോൾ ഗിബെയോൻ നിവാസികൾ വിറക് കീറുന്നവരായി, വെള്ളം കോരുന്നവരായി അവരുടെ ഇടയിൽ പാർക്കേണ്ട വന്നു. ഒന്ന്, ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിൻ്റെ പിന്നിൽ ഒരു കാരണം, അതിൻ്റെ കാരണം കണ്ടെത്തും. നീങ്ങിപ്പോകാൻ, മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്ന പലതിൻ്റെ പിന്നിൽ കാരണമുണ്ട്, റൂട്ട് കോസ് ഉണ്ട്. അത് ഫൈൻഡ് ചെയ്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ച് വിടുതലേറ്റെടുക്കുക. 2, എത്ര വലിയ ഭക്തനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് പറഞ്ഞാലും, പ്രാർത്ഥനക്കാരിയാണെന്ന് പറഞ്ഞാലും, ചില സമയങ്ങളിൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെ തീരുമാനമെടുക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ ഓർത്തോണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. നമുക്കങ്ങനെ ഒരു വിവേചന വരം ഏറ്റവും അത്യാവശ്യമാണ്. യുദ്ധം ചെയ്ത് പരിചയമുണ്ട്, ആളുകളെ തോൽപ്പിച്ച് പരിചയമുണ്ട്, തീരുമാനമെടുത്ത് പരിചയമുണ്ട്. പക്ഷേ ആലോചന യഹോവയോട് ചോദിക്കാതെ ഒരു കാര്യം എടുക്കരുത്. നമ്മൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുമിച്ച് തീരുമാനമെടുക്കുക. കർത്താവേ, യഹോവയുടെ ആലോചന ചോദിക്കാതെ ഒന്നും ചെയ്യാൻ അനുവദിക്കരുത്. അത് പിന്നൊരു കെണിയായിത്തീരും. അടുത്തത്, ഉടമ്പടി ചെയ്തു. ഒരിക്കലും ഉടമ്പടി ചെയ്യരുത്. നമ്മളാരാണ്, നമ്മളുടെ ലക്ഷ്യമെന്താണ്, നമ്മളെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ലക്ഷ്യമെന്താണ്, ബോധ്യം എന്താണ്? താൽക്കാലികമായ പ്രതിസന്ധി കാണുമ്പോൾ ഉടമ്പടിയിലേക്ക് പോകരുത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കണ്ട് ദൈവത്തിൻ്റെ വചനത്തിനകത്തൊരു കോംപ്രമൈസ് വരുത്തരുത്. ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തങ്ങളെ നമ്മുടെ മേത്ത് നിവർത്തിക്കാനുള്ളത്, അത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ശത്രു ഏകമനസ്സോടെ യോജിച്ച് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ പരാജയപ്പെടും. പക്ഷേ അവരുടെ തന്ത്രങ്ങളുമായി വരുമ്പോൾ നമ്മൾ പ്രാർത്ഥന മുറിക്കകത്ത് കയറണം. തന്ത്രങ്ങളായി വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. അതിനെ വിവേചിച്ച് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവേചന വരം തരണമെന്ന് പ്രാർത്ഥിക്കാം. യഹോവയുടെ ആലോചന ചോദിച്ചു ഓരോ ചുവടും വെക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ, അതിനെ തിരിച്ചറിഞ്ഞ് ഫൈറ്റ് ചെയ്ത് ജയിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. എവിടെയാണ് പരാജയപ്പെട്ടതിൻ്റെ റൂട്ട് കോസ് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുക. വിടുതൽ തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ മാറിപ്പോകും. ശത്രുവിൻ്റെ പദ്ധതികൾ ദൈവം പൊളിച്ചെഴുതും. അവൻ്റെ രേഖകളെ ദൈവം പൊളിച്ചെഴുതും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിരുന്നുകൊണ്ട് ഈ വചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊന്നിച്ച് അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു. കർത്താവേ, യഹോവയുടെ ആലോചന ചോദിച്ചു കാര്യങ്ങൾ മുൻപോട്ട് വെക്കുവാൻ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ, ശത്രുവിനോട് കോംപ്രമൈസ് ചെയ്യുവാൻ അങ്ങ് അനുവദിക്കരുത്. സമസ്ത വിഷയങ്ങൾ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ വചനത്തിലൂടെ അവിടുത്തെ ജനത്തോട് അങ്ങ് സംസാരിച്ചതിന് നന്ദി പറയുന്നു. വലിയ ദൈവപ്രവർത്തികളായിരിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ.